ഹായ്, കാർഷിക ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയ്ക്കും നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയുടെ ചുവട്ടിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം ഏത് എപ്പിസോഡിലാണ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായി കാണണമെങ്കിൽ ഓരോ എപ്പിസോഡും കൃത്യമായി കാണുക. അപ്പം ഒരാൾ ചോദിക്കുന്നത് പൊതുകാര്യ പ്രസക്തമായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാര്യം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് പ്രയോജനപ്രദം ആകും എന്നതുകൊണ്ടാണ് നമ്മൾ ഇത് തുടരുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രസാദ് യേശുദാസ് എന്ന ആളാണ്. തെങ്ങിന് കുമ്മായത്തിന് പകരം കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാൻ കഴിയുമോ? തെങ്ങിന് കുമ്മായം ഇടുന്നത് മണ്ണിന്റെ അമ്ലത കുറയ്ക്കാനാണ്. കുമ്മായ വസ്തുക്കൾ എന്നാണ് പറഞ്ഞത്. കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളമാണ്. നമ്മളിപ്പം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പം മുളകിന് മുരടിപ്പൊക്കെ വരുന്ന സമയത്ത് കാൽസ്യം നൈട്രേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഴയ്ക്ക് ഇല മുരടിച്ചൊക്കെ നിൽക്കുമ്പോൾ കാൽസ്യം നൈട്രേറ്റ് കൊടുത്താൽ നന്നായിരിക്കും. അല്ലാതെ തെങ്ങിന് കുമ്മായത്തിന് പകരം കാൽസ്യം നൈട്രേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. തെങ്ങിന് കുമ്മായമോ ഡോളോമേറ്റോ നീറ്റോ ഒക്കെ കൊടുത്താൽ മതി. അടുത്തത് JKP കോഴിക്കോട് ആണ് ചോദിച്ചിരിക്കുന്നത്. തെങ്ങിന് തടം തുറക്കാതെ വളമിട്ട് ട്രില്ലർ ഉപയോഗിച്ച് ഉഴുതി ചേർക്കാമോ? ഞാൻ കോഴിക്കോട് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അവിടെയൊക്കെ തെങ്ങിൻ തോപ്പുകളുണ്ട്. കുറ്റ്യാടി മേഖലയിൽ തന്നെ ഞാൻ ജോലി ചെയ്തതാണ്, എനിക്കറിയാം. അപ്പോൾ മൊത്തത്തിലെ പറമ്പ് ഉഴുത് പ്രത്യേകമായിട്ട് തടയെടുക്കാറില്ല. അത് അവിടുത്തെ ഒരു കസ്റ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിൽ വളമിട്ട് ടില്ലർ കൊണ്ട് ഉഴുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. നൂറ്റാണ്ടുകളായിട്ട് പണ്ട് മുതലേ ആൾക്കാർ, തെങ്ങ് കൃഷിക്കാർ കോഴിക്കോട് മേഖലയിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നല്ല രീതി തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് തടം തുറക്കാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ തടം തുറക്കണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങളെന്ന് പറഞ്ഞ പറമ്പ് മൊത്തത്തിൽ ഉഴുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സന്തോഷ് VS എന്ന ആളാണ്. ശാസ്ത്രീയമായ അറിവുകളാണ് സാർ പറഞ്ഞു തന്നത്. താങ്ക് യു. നട്ട് മുളച്ച് വന്ന ഇഞ്ചി തൈകൾ ചീഞ്ഞു പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? നട്ട് മുളച്ച് വന്ന ഇഞ്ചി തൈകൾ ചീഞ്ഞു പോകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു കുമിൾ രോഗം കൊണ്ട് ചീഞ്ഞു പോകാം. പിന്നെ അതുപോലെ തന്നെ ചില മുട്ടുപുഴു പോലെയുള്ള പിന്നെ അതിൻ്റെ ഇഞ്ചിക്കകത്ത് കയറുന്ന, തണ്ടിൽ കയറുന്ന ചില തരം കീടങ്ങളുണ്ട്. അങ്ങനെ വന്നാലും ചീഞ്ഞു പോകാം. അതിൽ ഈ കീടങ്ങളല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡർ മിശ്രിതം ഉണ്ടാക്കി തളിക്കുന്നതാണ് ഏറ്റവും ലാഭകരമായ ഒരു കുമിൾനാശിനി. ബോർഡർ മിശ്രിതത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കയറി കാണുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ബോർഡർ മിശ്രിതമാണ് ഇഞ്ചിക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ജൈവ കുമിൾനാശിനിയാണ്. അപ്പം നമുക്ക് അതിനകത്ത് ദോഷമൊന്നുമില്ല. അപ്പം മഴക്കാല സമയത്തും ഒക്കെ ഇത് തളിച്ചു കൊടുത്താൽ ഈ പറയുന്ന കുമിൾ രോഗം ഇഞ്ചിയുടെ മാത്രമല്ല, പിന്നെ കുരുമുളകിന് വരുന്നതും വാഴയ്ക്ക് വരുന്നതും നമ്മുടെ പല പിന്നെ തെങ്ങിന് വരുന്നതിന്, തെങ്ങിൻ്റെ കുമിൾ രോഗത്തിനും ഒക്കെ ബോർഡർ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നല്ലത്. സാന്ദർഭികമായി പറയട്ടെ, സാറിൻ്റെ ഈ ഊർജ്ജസ്വലതയ്ക്കുള്ള വളം എന്താണ്? അത് നിങ്ങളുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ്. കാരണം ഇത് ആൾക്കാർ കാണുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അതാണ് എൻ്റെ കാര്യം. അടുത്ത ചോദ്യം രഞ്ജിത്ത് KP എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. സാറേ, ഡോളോമേറ്റ്, ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ് ഒരുമിച്ച് ഉപയോഗിക്കാമോ മണ്ണിൽ? അത് ഒട്ടും പാടില്ല. ഡോളോമൈറ്റ് ഉപയോഗിച്ച് മണ്ണിൻ്റെ പുളിപ്പ് മാറിയാൽ മാത്രമേ ഈ ട്രൈക്കോഡർമ പോലെയുള്ള സൂക്ഷ്മജീവികൾക്ക്, ഈ അസിഡിറ്റി കൂടിയ മണ്ണിൽ ഈ സൂക്ഷ്മജീവികളൊന്നും പ്രവർത്തിക്കത്തില്ല, വല്ലാണ്ട് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അസിഡിറ്റി കൂടിയാൽ നമുക്ക് ദോഷകരമായ ചില ബാക്ടീരിയകളും സൂക്ഷ്മജീവികളുമാണ് കൂടുതലായിട്ടുണ്ടാവുക pH കൂടിയിരുന്നാൽ. അപ്പോൾ pH ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത് വേണ്ടത്ര ഇടവേള, ഒരു 2 ആഴ്ചയൊക്കെ വേനൽക്കാലമാണ് നനച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രൈക്കോഡർമ പോലെയുള്ള സാധനങ്ങൾ പ്രയോഗിക്കേണ്ടത്. അപ്പം അതേസമയം മണ്ണിൽ ഡോളോമൈറ്റ് ഇട്ടിട്ട് അതേസമയം തന്നെ വേണമെങ്കിൽ ഇപ്പം അതിൻ്റെ ക്രോപ്പിൽ, സ്റ്റാൻഡിങ് ക്രോപ്പിൻ്റെ അതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. ട്രൈക്കോഡർമയും സ്യൂഡോമോണാസും ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. ഒരുമിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതെല്ലാം മണ്ണിൽ തന്നെ ഉപയോഗിക്കണമെങ്കിൽ വേണ്ടത്ര ഇടവേള ഇടണം. ട്രൈക്കോഡർമ ഇട്ട്, അല്ല നമ്മുടെ ഡോളോമൈറ്റ് ഇട്ട് മണ്ണിൻ്റെ പുളിപ്പ് മാറി 2 ആഴ്ചയെങ്കിലും, മിനിമം 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ മണ്ണിലേക്ക് പ്രയോഗിക്കാവൂ. അടുത്ത ചോദ്യം സൽമാൻ എന്ന് പറഞ്ഞ ആളാണ്. നേരത്തെ ചെയ്ത രഞ്ജിത്തിൻ്റെ പോലത്തെ ഒരു ചോദ്യമാണ്. തെങ്ങിനും കവുങ്ങിനും ആദ്യം കുമ്മായം, 15 ദിവസം കഴിഞ്ഞ് ജൈവവളം, പിന്നീട് ഇടുന്ന NPK, മഗ്നീഷ്യം, ബോറോൺ എന്നിവ 3ഉം ഒരുമിച്ചിടാമോ? അതോ നിശ്ചിത ഗ്യാപ്പ് വേണോ? തീർച്ചയായിട്ടും
ഈ കുമ്മായം ഇടുന്നത് ഞാനിപ്പോൾ പറഞ്ഞ് അതിൻ്റെ മണ്ണിൻ്റെ പുളി കുറയ്ക്കാനാണ്. പുളി കുറച്ച് 10-15 ദിവസം കഴിഞ്ഞിട്ടേ ജൈവവളം ഇടാവും. ജൈവവളം ഇടുമ്പോൾ ഈ അണുജീവികളൊക്കെ പ്രവർത്തിച്ചാൽ മാത്രമേ ജൈവവളങ്ങളിൽ നിന്ന് പോഷകങ്ങൾ വേർതിരിച്ച് വരുന്നുള്ളൂ, മണ്ണിൽ ലയിക്കുന്ന രീതിയിലേക്ക് ആവത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സൂക്ഷ്മജീവികൾ വരാൻ വേണ്ടിയിട്ടാണ് ഡോളമൈറ്റ് ഇട്ട് മണ്ണിൻ്റെ പുളി കുറയ്ക്കുന്നത്. അപ്പോൾ ജൈവവളത്തിൻ്റെ പോഷകങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജൈവവളം ഇട്ടൊരു മാസമെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്ക് രാസവളം ഇട്ടാൽ മതിയാവും. മണ്ണിൽ ഈർപ്പമുള്ള ഏത് സമയത്ത് വേനൽക്കാലത്ത് വേണമെങ്കിലും നമുക്ക് രാസവളം ചെയ്യാം, NPK വളങ്ങളൊക്കെ ചെയ്യാം, അതുപോലുള്ള എല്ലാ രാസവളങ്ങളും ചെയ്യാം. അപ്പോൾ അത് NPK ഒരുമിച്ച് ചെയ്യാം. പക്ഷേ അതിനോടൊപ്പം മഗ്നീഷ്യോ ബോറോണും കൂടെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ബോറോൺ ഒട്ടും ചെയ്യരുത്. കാരണം ജൈവവളം കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബോറോൺ ഉണ്ടാകും. ജൈവവളം ഉണ്ടെങ്കിലേ ബോറോൺ ശരിയായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ആ കൂട്ടത്തിൽ വേണം ജൈവവളത്തിൻ്റെ കൂടെ ബോറാക്സ് ഇടാം, കുഴപ്പമില്ല. ബോറോൺ കിട്ടാൻ വേണ്ടിയാണ് ബോറാക്സ് എന്ന് പറഞ്ഞ് വളം ചെയ്യേണ്ടത്. മഗ്നീഷ്യവും NPKയുടെ കൂടെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയ്ക്ക് പച്ചപ്പ് കൊടുക്കാൻ, ക്ലോറോഫില്ലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ഒരു മൂലകമാണ് മഗ്നീഷ്യം. അപ്പോൾ ഇല മഞ്ഞളിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ മാത്രം മഗ്നീഷ്യം കൊടുത്താൽ മതി. അങ്ങനെ മഗ്നീഷ്യത്തിന് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ തുടർച്ചയായിട്ടും മഗ്നീഷ്യം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി ഓർക്കുക. അതുപോലെ തന്നെ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ തുടർച്ചയായിട്ട് ബോറാക്സ് കൊടുക്കേണ്ടതുള്ളൂ, മഗ്നീഷ്യം കൊടുക്കേണ്ടതുള്ളൂ. അടുത്ത ചോദ്യം ബിജു ജെയിംസ് എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. ജീവാമൃതവും EM ലൈനിയും ഒരുമിച്ച് ഉപയോഗിക്കാമോ? അപ്പോൾ ജീവാമൃതം എന്ന് പറയുന്നത് നമ്മൾ പച്ചച്ചാണകവും അതുപോലെ തന്നെ ശർക്കരയും പയറുപൊടിയും ഗോമൂത്രവും ഇതുപോലെ നമ്മുടെ മണ്ണും നമ്മുടെ കൃഷിഭൂമിയിലെ മണ്ണും എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ജീവാമൃതം, നമ്മൾ പുളിപ്പിച്ചുണ്ടാക്കുന്നത്. അങ്ങനെ പുളിപ്പിക്കുമ്പോൾ ഉപകാരികളായിട്ടുള്ള ഒരുപാട് അണുജീവികൾ ഈ ജീവാമൃതത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് ഇങ്ങനെ നമ്മൾ ചെടികൾക്ക് തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ നമ്മുടെ അതിൻ്റെ റൂട്ട് സോണിൽ ഉപകാരികളായിട്ടുള്ള ഒരുപാട് അണുജീവികൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ ഒരു ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോണായിട്ടൊക്കെ ഈ ജീവാമൃതം ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് EM ലൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ ഒരു കൂട്ടാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒന്നീ ജീവാമൃതം ഉപയോഗിക്കുക, അല്ലെങ്കിൽ EM ലൈനി ഉപയോഗിക്കും. EM ലൈനി എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഈ നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ലായനിയിലേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ചേരുന്ന സൂക്ഷ്മജീവികളാണെങ്കിൽ നമ്മുടെ EM ലൈനിയിൽ പ്രത്യേക അനുപാതത്തിൽ ഈ പറയുന്ന സൂക്ഷ്മജീവികളെ ഒരു ലൈനിയാക്കി കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ജീവാമൃതം ഇതും EM ലൈനിയും രണ്ടും രണ്ടാണ്. EM ലൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3-in-1 എഫക്റ്റാണ് EM ലൈനിക്ക്. അതൊരു വളമാണ്, കീടനാശിനിയാണ്, രോഗനാശിനിയാണ്. ഇത് മൂന്നുമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് EM ലൈനി. അപ്പോൾ EM ലൈനി വേറെ ഉപയോഗിക്കുക, ജീവാമൃതം വേറെ ഉപയോഗിക്കുക. അടുത്ത ആദർശ് എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. തെങ്ങിൻ തൈയിൽ ചെല്ലി ചെറുതായി ആക്രമിച്ചു, അതിനുശേഷം പുതുതായി കൂമ്പ് വിരിയുന്നില്ല, എന്ത് ചെയ്യണം സാർ? അപ്പം ഇതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ തെങ്ങ് ഒരു പെരിനിയൽ ക്രോപ്പാണ്. പെരിനിയൽ എന്ന് പറഞ്ഞാൽ ദീർഘകാല വിളയാണ്. അതിനകത്തിലെ വളർച്ച വളരെ സാവധാനമാണ്. നമ്മളിപ്പം കൊടുക്കുന്ന ഒരു വളം കൊണ്ട് ആ വളം വലിച്ചെടുത്ത് ഒരു കൂമ്പായി അത് തേങ്ങയാവുന്നതിന് 36 മാസം വേണം. അപ്പം അത്തരത്തിൽ സ്ലോ ആയിട്ട് വളരുന്ന ഒരു ക്രോപ്പ് ആയതുകൊണ്ട് ഈ ചെല്ലി കുത്തി ഒരു കൂമ്പ് പോയാൽ പിന്നൊരു പുതിയ കൂമ്പ് വരുന്നതിന് അത്രത്തോളം കാലതാമസം ഉണ്ടാകും. അപ്പം ചെല്ലി വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് കൃത്യമായി പാലിക്കേണ്ടത്. അടുത്ത ചോദ്യം CP ജോയി എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. അടയ്ക്കാമരം, കുരുമുളക്, ജാതി എന്നിവയുടെ വളപ്രയോഗം പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. പല വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി പറയാം. അപ്പം അടയ്ക്കാമരം അഥവാ കമുക് നാടനാണെങ്കിൽ 100, 40, 140 എന്ന് പറയുന്ന രീതിയിലാണ് NPK കൊടുക്കേണ്ടത്. 100 ഗ്രാം നൈട്രജൻ കിട്ടണം, 40 ഗ്രാം ഫോസ്ഫറസ് കിട്ടണം, 140 ഗ്രാം പൊട്ടാഷ് കിട്ടണം. അപ്പം അത് അനുസരിച്ച് നേർവളങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ലാഭകരം. അപ്പം 100 ഗ്രാം നൈട്രജൻ കിട്ടാൻ എത്ര യൂറിയ വേണമെന്ന് കണക്ക് കൂട്ടണം. അപ്പം യൂറിയ ചക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, പുറത്ത് എഴുതിയിട്ടുണ്ട് 46% എന്നെന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1 കിലോ വാങ്ങിച്ചാൽ 460 ഗ്രാം നൈട്രജൻ കിട്ടുമെന്നാണ്. അപ്പം അതനുസരിച്ച് കണക്ക് കൂട്ടിയെടുക്കാം. അവർ 40 ഗ്രാം ഫോസ്ഫറസ് കിട്ടാൻ ഫോസ്ഫറസ് വാങ്ങിക്കുന്ന രാജ്ഫോസോ അല്ലെങ്കിൽ മസൂറി ഫോസോ വാങ്ങിച്ചാൽ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും 18 മുതൽ 20% ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഏതാണ്ട് 200 ഗ്രാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 ഗ്രാം ഫോസ്ഫറസ് കിട്ടും. അതുപോലെ 140 ഗ്രാം പൊട്ടാഷ് എന്ന് പറയുന്ന വളം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ചാക്കിൽ 60% K എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
1 കിലോയ്ക്കകത്ത് 600 ഗ്രാം പൊട്ടാഷ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 140 ഗ്രാം കിട്ടണമെങ്കിൽ എത്ര കിട്ടണം, എത്ര എടുക്കണം നിങ്ങൾ കണക്കൂട്ടി എടുത്താൽ മതി. അതേസമയം മേൽത്തരം കമുകിനങ്ങളാണെങ്കിൽ ഈ റെക്കമെൻഡേഷൻ അല്ല. ഇപ്പം നാടൻ്റെയാണ് ഞാനീ പറഞ്ഞത്. 150, 60, 210 എന്നാണ് മേൽത്തരം കമുകിനങ്ങളുടെ, അതായത് നമ്മുടെ പുതിയ മുന്തിയിനം ഒരുപാട് കമുകുകളുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല. നേരത്തെ നമ്മുടെ കമുകിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതിന് 150 ഗ്രാം നൈട്രേൻ കിട്ടണം, 60 ഗ്രാം ഫോസ്ഫറസ് കിട്ടണം, 210 ഗ്രാം പൊട്ടാഷ് കിട്ടണം. അപ്പം വളം കൂടുതൽ കൊടുത്താൽ മാത്രമേ കൂടുതൽ ആദായം കിട്ടുന്ന മേൽത്തരത്തിന് അതിന് കൃത്യമായ വളപ്രയോഗം കിട്ടത്തുള്ളൂ. കുരുമുളകിന് ഈ പറഞ്ഞ പോലെ നാടൻ്റെ നമ്മുടെ കരിമുണ്ട പോലെയുള്ള നാടൻ ഇനങ്ങൾക്ക് 50, 50, 150 എന്നാണ് NPK റെക്കമെൻഡേഷൻ. അതേസമയം പന്നിയൂർ പോലെയുള്ള മേൽത്തരം ഇനങ്ങൾക്ക് 50, 50, 200 എന്നാണ്. അതിന് പൊട്ടാഷ് കൂടുതൽ വേണം. കാരണം എന്ന് വെച്ചാൽ പൊട്ടാഷാണ് പ്രൊഡക്ഷന് വേണ്ടുന്ന ഒരു മൂലകം. അതുപോലെ ജാതിക്ക് ഒരു മരത്തിന്, കായ്ക്കുന്ന മരത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞ, കായ്ക്കുന്ന വിളകളാണ് എല്ലാം. ഒരു 1/2 കിലോ നൈട്രജൻ കിട്ടണം, അതിൻ്റെ പകുതി 250 ഗ്രാം ഉള്ള ഫോസ്ഫറസ് കിട്ടണം, 1 കിലോയോളം പൊട്ടാഷ്യം കിട്ടണം. ഇത്രയും കിട്ടിയാൽ മാത്രമേ ജാതിയിൽ നിന്ന് നല്ല വിളവ് കിട്ടത്തുള്ളൂ. ഒരു മിനിമം റെക്കമെൻഡേഷനാണ് ഞാൻ പറയുന്നത്. കൂടുതൽ വിളവ് കിട്ടുന്നതിന് കൂടുതൽ വളം തന്നെ കൊടുക്കണം. അതായത് നമ്മുടെ ഒരു മിനിമം ശരാശരി റെക്കമെൻഡേഷൻ കാർഷിക സർവകലാശാലയുടെ റെക്കമെൻഡേഷനാണിത്. സ്കറിയ എന്നൊരാളുടെ ചോദ്യമാണ് അടുത്തത്. കുരുമുളകിൻ്റെ തിരികൊഴിച്ചിലിന് എന്താണ് പരിഹാരം? കുരുമുളകിൻ്റെ തിരികൊഴിച്ചിൽ പല രീതിയിലുണ്ടാവും. ഈ കുമിൾ രോഗം കൊണ്ടുണ്ടാവും, അതുപോലെ കീടബാധകൾ കൊണ്ടുണ്ടാവും, വളക്കുറവ് കൊണ്ടുണ്ടാവും. അപ്പം 2-3 പിന്നെ വെള്ളമില്ലെങ്കിലും ഉണ്ടാവും. അപ്പം 3-4 കാരണങ്ങളാണ്. അപ്പം ഈ കുരുമുളകിൻ്റെ തിരികൊഴിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ഹെറിഡിറ്ററി, ഈ കുരുമുളകിന് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു ചെടിയാണെങ്കിൽ, അതിൻ്റെ മുൻ തലമുറയ്ക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുരുമുളക് തിരികൊഴിക്കും. അതേപോലെ തന്നെ രോഗമുണ്ടായാൽ, കുമിൾ രോഗങ്ങൾ പതിവായിട്ട് നമ്മൾ തിരി ഉണ്ടാകുന്ന സമയത്ത് ബോർഡോമിസം നമ്മൾ മഴക്കാല ആരംഭത്തിൽ മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു തവണ കൂടി ബോർഡോമിസം പശ ചേർത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഈ കുമിൾ രോഗം ഉണ്ടാകത്തില്ല. പിന്നെ പൊള്ളു പോലെയുള്ള ഡിസീസ്, പിന്നെ പൊള്ളു വണ്ടുകളുണ്ട്. അതിന് ഈ തിരിക്കകത്ത് അതിൻ്റെ മണി തിന്നിട്ട് പൊള്ളയാക്കി കളയുന്നതിനെയാണ് പൊള്ളു വണ്ടെന്ന് പറയുന്നത്. അത് കൊണ്ട് ഇതുണ്ടാകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പരാഗണം നടക്കാത്ത തിരികളും കൊഴിഞ്ഞു പോകും. പിന്നെ വെള്ളമില്ലെങ്കിലും കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതേതാണ് കാരണമെന്ന് നമ്മൾ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഈ തിരികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ ചോദ്യോത്തര പരിപാടി അവസാനിക്കുകയാണ്. അപ്പം ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, നിങ്ങൾ വീഡിയോ കാണുകയും ചെയ്യും. കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് കൃഷിയെക്കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം കഴിയുന്നത്ര ആധികാരികതയോടുകൂടി നമ്മൾ മറുപടിയും തരുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകളെല്ലാം കാണുക മാത്രമല്ല, ഒരു കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് നമുക്കൊരു പ്രചോദനം, ഇത് തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടണം. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കണ്ടിട്ട് അങ്ങ് പോകരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ്, അത് നെഗറ്റീവോ പോസിറ്റീവോ ആവട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണം.